ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കായി യുവതിയെ ചികിത്സിച്ച ഡോക്ടർമാരുടെ മൊഴി. അശാസ്ത്രീയ ഗർഭഛിദ്രം സ്ഥിരീകരിക്കുകയാണ് ഡോക്ടർമാർ. യുവതിക്ക് അമിത രക്തസ്രാവവും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായെന്ന് ഡോക്ടർമാർ മൊഴി നൽകി. തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ തെളിവെടുപ്പ് നടത്തിയ അന്വേഷണ സംഘം. പാലക്കാട്ടെ ഫ്ളാറ്റിലും പ്രത്യേക സംഘം പരിശോധന നടത്തി. വിവരങ്ങളുമായി ഹരിമോഹനും ഇക്ബാൽ അറക്കലും നമുക്കൊപ്പം ചേരുന്നു. ഹരിമോഹൻ, ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ, അത് ഡോക്ടർമാരുടെ മൊഴിയായി പുറത്തുവരുന്നതിൽ നിന്ന് അശാസ്ത്രീയ ഗർഭഛിദ്രമാണ് നടന്നത്. അതിനുശേഷം പെൺകുട്ടി ഗുരുതരാവസ്ഥയിലേക്ക് പോയിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും സുജയ, അക്കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ കഴിയും. യുവതി നൽകിയിട്ടുള്ള മൊഴി ആധികാരികമാണെന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള മെഡിക്കൽ രേഖകളും ഡോക്ടർമാരുടെ മൊഴിയും പോലീസിന് ലഭിച്ചു എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള വഴിത്തിരിവ് എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും രണ്ട് സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാരാണ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. അതായത് യുവതി ചികിത്സ തേടിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും ഇവർ കൈമാറിയിട്ടുമുണ്ട്. അശാസ്ത്രീയ ഗർഭചിത്രം നടന്നു എന്നുള്ള കാര്യം ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയാണ്. അതായത് അമിത രക്തസ്രാവം, ഒപ്പം തന്നെ ആരോഗ്യനില മോശമായതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ, അതിന്റെ ലക്ഷണങ്ങളൊക്കെ തന്നെ പരിശോധിച്ചതിൽ നിന്ന് ഡോക്ടർമാർ മനസ്സിലാക്കിയത് ഈ അശാസ്ത്രീയ ഗർഭചിത്രം നടന്നിട്ടുണ്ട്. ഈ 2 മരുന്നുകൾ കഴിച്ചത് മൂലം ജീവൻ അപകടത്തിലാവുന്ന നിലവരെ ഉണ്ടായി എന്നുള്ളതാണ് ഡോക്ടർമാർ നൽകിയിരിക്കുന്ന മൊഴി. അതിൽ 2 മരുന്നുകളുടെ പേരുകളൊക്കെ തന്നെ ഇന്നലെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഇക്കാര്യവും ഇവർ സ്ഥിരീകരിക്കുന്നു. അതുമാത്രമല്ല, ഡോക്ടറുടെ മാർഗനിർദ്ദേശം ഒന്നുമില്ലാതെ ഈ മരുന്ന് കഴിച്ചാൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഇവരുടെ മൊഴിക്കകത്തുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ യുവതിയുടെ ആരോഗ്യനില മോശമായത് മാത്രമല്ല, അവരുടെ ജീവൻ അപകടത്തിലാക്കുന്ന തരത്തിൽ പോലുമാണ് ആ മരുന്ന് കഴിക്കുന്നതിലൂടെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ആ മരുന്ന് കഴിപ്പിച്ചതിലൂടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള മെഡിക്കൽ രേഖകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ മെഡിക്കൽ രേഖകളിൽ ഈ വിശദ വിവരങ്ങളെല്ലാം തന്നെയുണ്ട്. അതായത് ആദ്യഘട്ടത്തിൽ 2 തവണ മരുന്ന് കഴിക്കുന്നു. അതിനുശേഷമാണ് ഈ അമിത രക്തസ്രാവം ഉണ്ടാകുന്നത്. അതിനുശേഷം യുവതി ചികിത്സ തേടുന്നു. ആദ്യം ഒരു ആശുപത്രിയിൽ ഡോക്ടറുടെ അടുത്ത സമീപത്ത്, അതായത് ഈ മൊഴി നൽകിയതിൽ ഒരു ഡോക്ടറുടെ സമീപത്താണ് ഇത്തരത്തിൽ ചികിത്സ തേടിയിട്ടുള്ളത്. അതിനുശേഷം 2ാമത്തെ ഡോക്ടറുടെ അടുത്ത് പോകുന്നു. അത്തരത്തിൽ 2 ഡോക്ടർമാരും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുമുണ്ട്. ഇവർക്കുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉറപ്പിച്ചുകൊണ്ടുള്ള മൊഴിയും കൂടി ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് 7 ആഴ്ച വരെ കഴിക്കാൻ കഴിയുന്ന മരുന്നാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത് എന്ന് കൂടിയാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ച അടക്കമുള്ള കാര്യങ്ങളിൽ ഇവർ പറഞ്ഞിരിക്കുന്ന ചില സംശയങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ പോലീസ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസിൽ രാഹുലിന് ഏറ്റവും അധികം കുരുക്കാകുന്നത് ഈ നിർബന്ധിത ഗർഭചിത്രം എന്നുള്ള മൊഴിയിൽ അശാസ്ത്രീയ ഗർഭചിത്രം നടന്നു എന്നുള്ള സ്ഥിരീകരണമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഉറപ്പിക്കേണ്ടത് ഈ നിർബന്ധിത ഗർഭചിത്രം നടന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അതായത് ഗുളിക കഴിപ്പിച്ച യുവതിക്ക് ഗുളിക കൊടുത്തു എന്നുള്ള ജോബി ജോസഫിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടക്കുകയാണ്. ഒപ്പം തന്നെ ജോബി ജോസഫിന് ആര് മരുന്ന് കൊടുത്തു എന്നുള്ളതിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അതാരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരെ കൂടി പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലവിൽ ജോബി ജോസഫിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിൽ ചില CCTV ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സൂചന. കൈമനത്തെത്തി ചുവന്ന കാറിലാണ് ജോബി ജോസഫ് വരുന്നതെന്നും തന്നെ ആ കാറിലേക്ക് കയറ്റി ഈ മരുന്നുകൾ കൈമാറി എന്നുള്ളത് യുവതി മൊഴിയിൽ പറയുന്നുണ്ട്. അപ്പോൾ കൈമനത്ത് നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ് നിലവിൽ പോലീസിന്റെ പക്കൽ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് സൂചന. അപ്പോൾ ആ കാര്യം ജോബി ജോസഫാണ് മരുന്ന് കൊടുത്തത് എന്നുള്ളത് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത ആളിലേക്ക് കൂടി അന്വേഷണം പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ നിലവിൽ ഫ്ളാറ്റുകളിലെത്തി, അതായത് 2 ഫ്ളാറ്റുകളിലാണ് ബലാത്സംഗം നടന്നത് എന്നുള്ള കാര്യം യുവതിയുടെ മൊഴിയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് രജിസ്റ്റർ ചെയ്ത FIR-ലുമുണ്ട്. തിരുവനന്തപുരം തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിലും ഒപ്പം പാലക്കാട്ടെ ഫ്ളാറ്റിലും. പാലക്കാട്ടെ രാഹുലിന്റെ ഫ്ളാറ്റാണ്. ഇതിൽ തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിൽ യുവതിയെ നേരിട്ടെത്തിച്ചുകൊണ്ടുള്ള തെളിവ് ശേഖരണം നടന്നിട്ടുണ്ട്. അവിടെ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനുള്ള നീക്കത്തിലാണ് ഇനിയിപ്പോൾ പോലീസ് ഉള്ളത്. ഒപ്പം തന്നെ ഒരു സംഘം പോലീസുകാർ പാലക്കാട്ടേക്ക്, അന്വേഷണ സംഘത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥർ പാലക്കാട്ടെ രാഹുലിന്റെ ഫ്ളാറ്റിലെത്തിക്കൊണ്ടും ഇത്തരത്തിൽ തെളിവ്